ഹായ്, ഇന്ന് നമുക്ക് നല്ലൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കുന്നത് നോക്കാം. നോൺ വെജ് ആയിട്ട് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ ഫില്ലിങ്സിനായിട്ട് ഞാനിവിടെ 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത കഷ്ണം എടുക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും 1 കപ്പ് വെള്ളവും ചേർത്തിട്ട് മൂടി വെച്ചിട്ട് ചിക്കൻ വേവിച്ചെടുക്കാം. ചിക്കൻ ഇതുപോലെ വേവിക്കാതെ അല്പം മഞ്ഞളും മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് ഫ്രൈ ചെയ്തിട്ടും എടുക്കാം. ഏതാണോ ഇഷ്ടം ആ രീതിയിൽ ചെയ്യാം. അപ്പോൾ ചിക്കൻ വെന്ത ശേഷം എല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഷ്രെഡ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി പാത്രത്തിലേക്ക് 1/2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. ഈ എണ്ണ ചൂടാകുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ 2 സവാള ചേർത്തിട്ട് എണ്ണയിൽ വഴറ്റിയെടുക്കണം. ഇതിന്റെ കൂടെ വഴറ്റുമ്പോൾ അല്പം ഉപ്പും ചേർത്തിട്ടുണ്ട്. സവാള കളറൊന്നും മാറണ്ട, നന്നായിട്ട് വാടി വരണം. ഇതുപോലെ വഴറ്റി ഇത് വാടി തുടങ്ങുമ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പച്ചമുളക് നുറുക്കിയതും കൂടെ ചേർക്കാം. അപ്പോൾ എല്ലാതും നല്ലപോലെ വഴറ്റി ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വരുമ്പോൾ തീ കുറച്ച് വയ്ക്കണം. എന്നിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല ചേർക്കുന്നില്ലെങ്കിൽ ബാക്കി 3 പൊടികളും കുറച്ച് കൂടുതലായിട്ട് ചേർത്താൽ മതി. അപ്പോൾ ചെറിയ തീയിൽ ഈ പൊടികളും നല്ലപോലെ മിക്സ് ആയിട്ട് മൂത്ത് വരണം. എന്നിട്ട് നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനും ഈ മസാലയും ഒക്കെ നല്ലപോലെ മിക്സ് ആവണം. ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. പിന്നെ മസാല നന്നായിട്ട് മിക്സ് ആവാനായിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളവും ചേർക്കാം. അപ്പോൾ 1 മിനിറ്റ് എല്ലാതൊന്ന് വഴറ്റി ലാസ്റ്റ് അല്പം മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് മിക്സ് ചെയ്യണം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിന്റെ ബാറ്റർ അരയ്ക്കുന്നത് വരെ പാത്രം മൂടി വെക്കാം കേട്ടോ. ബാറ്ററിനായിട്ട് ജീരകശാല അരിയാണ് വേണ്ടത്. നമ്മൾ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്ന അരിയില്ലേ, അതാണ് കേട്ടോ. ഇത് 1 കപ്പ് അരി 3 മണിക്കൂർ മുമ്പേ കുതിർത്ത് വെച്ചതാണ്. അപ്പൊ അരി നല്ലപോലെ കഴുകിയ ശേഷം വേണം കുതിർക്കാനായിട്ട്. ഇനി ഇത് അരയ്ക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. വെള്ളം ഒഴിവാക്കിയിട്ട് എടുക്കണം, ഇല്ലെങ്കിൽ അരക്കുമ്പോൾ വെള്ളം കൂടിപ്പോവും. ഇതിന്റെ കൂടെ 1/4 കപ്പ് നിറഞ്ഞു നിൽക്കുന്ന അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു മുട്ടയും കൂടെ ചേർക്കണം. 1/2 ടീസ്പൂൺ ഉപ്പും ചേർക്കാം. ഉപ്പ് അരച്ച ശേഷം നോക്കിയിട്ട് ആവശ്യത്തിനുള്ളത് ചേർത്താലും മതി. ഇനി 1/4 കപ്പ് വെള്ളവും ചേർത്തിട്ട് ഇത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. ദോശമാവിന്റെ ഒക്കെ ഒരു തിക്നെസ്സിലാണ് വേണ്ടത്. അപ്പോൾ അതനുസരിച്ചിട്ട് അരയ്ക്കുമ്പോൾ വെള്ളം ചേർത്താൽ മതി. ഈ ഒരു രീതിയിലാണ് ബാറ്റർ ഉള്ളത്. ഇനി ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഇഡ്ഡലി തട്ടിൽ എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ തടവിയിട്ട് വെക്കണം. അപ്പോൾ വെള്ളം ചൂടാകുമ്പോൾ ഓരോ തട്ടിലേക്കും ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നിറയെ ഒഴിക്കരുത്. ഇനി നമ്മുടെ ചിക്കൻ ഫില്ലിങ്സ് അല്പം എടുത്തിട്ട് ഇതിന്റെ മുകളിലേക്ക് വയ്ക്കണം. ഒന്ന് നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ തന്നെ വെക്കണം കേട്ടോ. ഫില്ല് ചെയ്യാനായിട്ട് അല്പം കൂടെ ബാറ്റർ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് 12-15 മിനിറ്റ് നേരത്തേക്ക് ആവിയിൽ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. റെഡി ആവുമ്പോൾ പുറത്തെടുക്കാം. ഒന്ന് തണുത്ത ശേഷം പാത്രത്തിൽ നിന്ന് വിടുവിച്ചെടുത്താൽ മതി. ഈ ബാറ്റർ കൊണ്ട് ഞാനിതുപോലെ 16 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള സ്നാക്സ് ആണ്. അധികം എണ്ണയൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് ഹെൽത്തിയും ആണ്. അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.